സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കല്ലുകൾ അടുക്കിൽ വീട് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ കാശിക്ക് പോവുകയാണ്. വെറും കാശിയല്ല, തെക്ക് കാശി, തെങ്കാശിയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നോ കൊല്ലത്ത് നിന്നോ വരുന്നവർക്ക് തെന്മല വന്നു കഴിഞ്ഞാൽ പിന്നെ ചെങ്കോട്ട തെങ്കാശിയാണ് വഴി. തിരുവനന്തപുരത്ത് നിന്നും നിറയെ ബസ്സുകൾ ഈ റൂട്ടിലേക്ക് അവൈലബിൾ ആണ്. ഈ വഴിക്കാണ് തെന്മല എക്കോ ടൂറിസവും കല്ലട ഡാമും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് വരുന്ന റെയിൽവേ പാളത്തിനെ കുറിച്ചും ഇതിന്റെ പഴക്കത്തിനെ കുറിച്ചും കഥകളെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്ന മറ്റൊരു വീഡിയോ നമുക്ക് എടുക്കാം. ഫലം കഴിഞ്ഞ് നേരെ ചെങ്കോട്ടയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി ഈ കാണുന്ന പോലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കാണാം. പോകുന്ന വഴിക്കാണ് പാടം. ഇവിടെ നിന്ന് നമ്മള് നേരെ തെങ്കാശിയിൽ ഈ കാണുന്ന കവാടം കടന്ന് കാശിനാഥന്റെ നഗരവീതിയിലേക്ക് എത്തുവാണ്. അടുത്തായിട്ട് തന്നെയാണ് കുറ്റാളം വാട്ടർഫോൾസും വരുന്നത്. അങ്ങനെ നമ്മൾ കാശിനാഥന്റെ ക്ഷേത്രത്തിലെത്തും. അതീവ സുന്ദരമായിട്ടുള്ള ചിത്രപ്പണികളാണ് ഇതിന്റെ ഗോപുരത്തിനുള്ളത്. 7 നിലകളിലായിട്ടാണ് ഗോപുരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. കിഴക്ക് ദർശനമാണ് ശ്രീകോവിലുള്ളത്. ഈ ക്ഷേത്രം 13ാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജാവായിട്ടുള്ള പരാക്രമ പാണ്ഡ്യൻ നിർമ്മിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പേര് ഈ നാടിന് വന്നിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു. കോവിലിന്റെ ഉള്ളില് ഫോട്ടോയോ വീഡിയോ ഒന്നും അനുവദിക്കുന്നുണ്ടാവില്ല. ക്ഷേത്രം ഇവിടെ വന്നതിന് പിന്നിൽ കഥയുണ്ട്. പാണ്ഡ്യ രാജാവായ പരാക്രമ പാണ്ഡ്യന് ഇവിടെ ശിവക്ഷേത്രം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായി. അതിനെ തുടർന്ന് ദക്ഷിണേന്ത്യയിലെ ശിവലിംഗം കൊണ്ടുവരുന്നതിനായി കാശിയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഉറുമ്പുകളുടെ സൈന്യത്തെ പിന്തുടരാൻ ആവശ്യപ്പെടുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഉറുമ്പുകളുടെ സൈന്യത്തിനെ കണ്ടെത്തുകയും ഉറുമ്പുകളുടെ പാത പിന്തുടർന്ന് അവസാനിക്കുന്നിടത്ത് സ്വയംഭൂവായ ശിവലിംഗവും ഒപ്പം നന്ദികേശ്വരനെയും കണ്ടെത്തി. അവിടെയാണ് ഈ അമ്പലം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. കാണുന്നത് കുംഭാഭിഷേകം നടന്ന സമയത്തുണ്ടാക്കിയ യാഗശാലയുടെ അവശിഷ്ടങ്ങളാണ്. മണ്ണ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒക്കെ കല്ലുകൾ ഒന്നിനു മേലെ ഒന്നായിട്ട് പറക്കി വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനും പുതിയ വീട് വയ്ക്കാനും ഒക്കെ ആയിട്ട് അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തെല്ലാം വിശ്വാസങ്ങളാണല്ലേ. എന്തായാലും കാശിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തുല്യ ഫലം ലഭിക്കുമെന്നാണ് പൊതുജന വിശ്വാസം. അപ്പൊ എന്തായാലും കാശിക്ക് പോയി ഞാൻ മടങ്ങുന്നു. ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പോകാൻ പറ്റുന്ന മറ്റ് പ്ലേസസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.